ഹൈ സാലറി സ്കെയിലിലേക്ക് എത്താൻ പറ്റുന്ന 7 ജോബ് പ്രൊഫൈൽസ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഈ 7 പ്രൊഫൈൽസും ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതാണ്. വളരെ ഷോർട്ട് ആയിട്ട് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് വൺ, സോഫ്റ്റ്വെയർ എഞ്ചിനീയർ. ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ് എന്ന് മാത്രമല്ല, ഇനി മുമ്പോട്ടും മിനിമം ഒരു 15 lakhs to 1 CR പെർ അന്നം സാലറി സ്കെയിലിലേക്ക് വിദ്യാർത്ഥികൾക്ക് എത്താൻ പറ്റുന്ന നല്ലൊരു പ്രൊഫൈലാണ് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ എന്നത്. സെക്കൻഡ് ഈസ് മെഡിക്കൽ പ്രൊഫഷൻ. മെഡിക്കൽ പ്രൊഫഷൻ തന്നെ ഡിഫറെൻ്റ് ആയിട്ട് വേരി ചെയ്യുന്നുണ്ട്. അതിൽ ബെസ്റ്റ് ഒരു ഡെസിഗ്നേഷൻ നമുക്ക് എടുക്കാം, ഡോക്ടർ എന്ന ഡെസിഗ്നേഷൻ. ആ ഡോക്ടർ ഡെസിഗ്നേഷൻ നമുക്കറിയാം, ഒരു നല്ല എക്സ്പീരിയൻസ്ഡ് ഡോക്ടർ മീൻസ് ഒരു 1.5 lakhs പെർ മന്ത് മീൻസ് ഒരു വർഷം എടുക്കുമ്പോൾ 18 lakhs എബോവ് ആനുവൽ സാലറി സ്കെയിലിലേക്ക് എത്തുന്ന ഒരു ഡെസിഗ്നേഷനാണ് ഡോക്ടർ എന്ന് പറയുന്ന ഡെസിഗ്നേഷൻ. തേർഡ് വൺ ഈസ് ഫിനാൻസ് മാനേജർ. ഇൻവെസ്റ്റ്മെന്റ് മേഖലകൾ, ബാങ്കിങ് സെക്ടറുകൾ, ഷെയർ മാർക്കറ്റുകൾ, ഇതേപോലുള്ള വലിയ ഇൻവെസ്റ്റ്മെന്റ് ഓപ്പറേറ്റ് ചെയ്യുന്ന സെക്ഷൻസിലൊക്കെ 25 to 35 lakhs മിനിമം ആണ് പെർ അന്നം സാലറി സ്കെയിൽ സ്റ്റാർട്ട് ചെയ്യുക തന്നെ. ഇതിലൊരു ടേസ്റ്റ് ഉണ്ടോ, സ്കില്ലുണ്ടോ, അതിനെ ഡെവലപ്പ് ചെയ്തിട്ട് നല്ല എക്സ്പീരിയൻസും എക്സ്പെർട്ടൈസും നേടിയെടുത്താൽ ഏറ്റവും ബെസ്റ്റ് ഒരു ജോബ് പ്രൊഫൈലാണ് ഫിനാൻസ് മാനേജർ എന്ന ഡെസിഗ്നേഷൻ. ഫോർത്ത് വൺ ഈസ് മാനേജ്മെന്റ് കൺസൾട്ടന്റ്. ഏറ്റവും കൂടുതലുള്ള ഇൻഡസ്ട്രിയാണ് ബിസിനസ് സെക്ടർ എന്ന് പറയുന്നത്. ഈ ബിസിനസ് സെക്ടറിലെ ഓരോ കമ്പനികളെയും ഫേമിനെയും അവർ സിക്കായിരിക്കുന്നത് എവിടെയാണ്? ആ ബിസിനസ്സിനെ കൃത്യമായിട്ട് അനലൈസ് ചെയ്യാൻ എന്ത് ചെയ്യണം? ഗ്രോത്ത് സ്ട്രാറ്റജികൾ എങ്ങനെ കറക്റ്റ് ചെയ്യണം, ഇങ്ങനെ ഒരു ബിസിനസ്സിനെ കൃത്യമായിട്ട് മാനേജ് ചെയ്യാനുള്ള കൺസൾട്ടന്റായി മാറുക. ആ ഡെസിഗ്നേഷനുള്ളവരുടെ സാലറി സ്കെയിൽ എന്ന് പറയുന്നത് മിനിമം 25 lakhs ഓർ എബോവ് ഡെസിഗ്നേഷനിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. ദെൻ ഫിഫ്ത്ത് വൺ ഈസ് കൊമേഴ്സ്യൽ പൈലറ്റ്. ഏറ്റവും നല്ലൊരു ഹൈ പ്രൊഫൈൽ നൽകുന്ന ഡെസിഗ്നേഷൻ ആണ് പൈലറ്റ് ഡെസിഗ്നേഷൻ. അത് മാത്രമല്ല, ഒരു ഏവിയേഷൻ മേഖലയിലുള്ള മറ്റു ഡെസിഗ്നേഷൻസ് ഉണ്ട്. എയർക്രാഫ്റ്റ് മെയിൻ്റനൻസ് എഞ്ചിനീയറിംഗ്. ഒരു 20 lakhs rupees ആണ് മിനിമം സാലറി സ്റ്റാർട്ട് ചെയ്യുക. സിക്സ്ത് വൺ ഈസ് കോർപ്പറേറ്റ് ലോയർ. അത് കോർപ്പറേറ്റ് കമ്പനികളുടെ ആവട്ടെ, വലിയ വലിയ കമ്പനികളുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസും ലോ ആൻഡ് ഓർഡർ സിസ്റ്റംസും ഒക്കെ കൃത്യമായിട്ട് പഠിച്ച് സാലറികൾ എന്ന് പറയുന്നത് നമുക്കൊരിക്കലും ഇന്ന ലിമിറ്റിൽ സ്റ്റാർട്ട് ചെയ്യുന്നു എന്ന് പോലും പറയാൻ പറ്റാത്ത ഡെസിഗ്നേഷനിലേക്കാണ് ഈ ഒരു പ്രൊഫൈൽ കൊണ്ട് നമുക്ക് എത്താൻ സാധിക്കുക. സെവൻത് വൺ ഈസ് മർച്ചന്റ് നേവി. മർച്ചന്റ് നേവിയിലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡെസിഗ്നേഷൻസ്. ഈ ഡെസിഗ്നേഷനിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ പഠിക്കുന്ന ക്യാമ്പസുകൾ, ജോബ് അച്ചീവ് ചെയ്യുന്ന മൾട്ടിനാഷണൽ കമ്പനികൾ, ഇതിൻ്റെയൊക്കെ പ്രൊഫൈലിനെ ബേസ് ചെയ്ത് 20 lakhs ഓർ എബോവ് സാലറി സ്കെയിലിലേക്ക് എത്താൻ പറ്റുന്ന നല്ല ജോബ് പ്രൊഫൈലാണ് മർച്ചന്റ് നേവി ഡെസിഗ്നേഷൻ. അതുകൊണ്ട് പഠനം എന്നാൽ 100% മാർക്കും ഒരു സർട്ടിഫിക്കറ്റും കളക്ട് ചെയ്യുക എന്നുള്ളതല്ല, പകരം ഏത് പ്രൊഫൈൽ അച്ചീവ് ചെയ്യണോ അതിലേക്കുള്ള സ്കില്ലിനെ ഡെവലപ്പ് ചെയ്യാനുള്ളതാവണം. സ്റ്റഡി വെൽ, എൻജോയ് യുവർ ഫ്യൂച്ചർ. ഓൾ ദ ബെസ്റ്റ്.